ഇടുക്കിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീമന്ദിരം ശശികുമാറിന്റെ വേർപാടിന് ശേഷമുള്ള ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പാണിത്. തോട്ടം കാർഷിക മേഖലയിലെ കോൺഗ്രസിന്റെ ശബ്ദമായിരുന്നു ശ്രീമന്ദിരം. തെരഞ്ഞെടുപ്പിൽ മുൻപ് ശ്രീമന്ദിരം പ്രതിനിധീകരിച്ചിരുന്ന പാമ്പാടുംപാറ പഞ്ചായത്തിലെ ബാലഗ്രാം വാർഡ് തിരികെ പിടിക്കാൻ UDF നിയോഗിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ വിഷ്ണു ശ്രീമന്ദിരത്തെയാണ്. ഇരുപത് വർഷങ്ങൾക്കിപ്പുറം പാമ്പാടുംപാറയിലെ 5-ാം വാർഡ് കൈപ്പിടിയിലൊതുക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീമന്ദിരം ശശികുമാറിലൂടെ UDF പാളയത്തിലെത്തിയ വാർഡ് പിന്നീട് BJPയിലെത്തുകയായിരുന്നു. തുടർച്ചയായ 3 തവണ BJP വിജയിച്ചു. കഴിഞ്ഞ തവണ LDF ചേരിയിലെത്തിയ വാർഡിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഇടതുപക്ഷത്തിനായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PT ഷിഹാബും BJP ടിക്കറ്റിൽ മുൻ മെമ്പർ അജികുമാറും മത്സരിക്കുന്നു. യുവത്വത്തിന്റെ കരുത്തു വിജയം നേടിത്തരുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഒരു 20 വർഷമായി BJPയും CPMും മാറി മാറി ഭരിക്കുന്ന ഈ പ്രദേശത്ത് ഇതുവരെ ജനങ്ങളുടെ ഒരു ആവശ്യവും അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും നിറവേറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരാൻ ഇതുവരെ 20 വർഷമായി ഭരിച്ച ഒരു മുന്നണിക്കും സാധിച്ചിട്ടില്ല, ഇരു മുന്നണിക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ 20 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവ് ശ്രീമന്ദിരം ശശികുമാർ ജനപ്രതിനിധിയായി ഈ 5-ാം വാർഡ് പിടിച്ചെടുത്തു. അതിനുശേഷം പാർട്ടി എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം വീണ്ടും ഒരു സദ്ഭരണം കാഴ്ചവെക്കുവാൻ, ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുവാൻ എന്നെ അവർ നിയോഗിച്ചിരിക്കുകയാണ്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പാമ്പാടുംപാറ പഞ്ചായത്ത് പ്രസിഡന്റ്, KPCC നിർവാഹക സമിതി അംഗം തുടങ്ങി വിവിധ നിലകളിൽ പ്രവർത്തിച്ച ശ്രീമന്ദിരം പട്ടം കോളനിയിലെ കോൺഗ്രസിന്റെ ശബ്ദം കൂടിയായിരുന്നു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.